പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുകയും മറുവശത്ത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അതിന് പ്രാപ്തമായ സംവിധാനങ്ങളില്ലെങ്കിൽ അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടോ മറ്റേതെങ്കിലും ഏജൻസികളോട് ആവശ്യപ്പെട്ടിട്ട് ഇത് ചെയ്യണം. ഇത് എത്ര ദിവസമായി? 2-ാം തീയതി വൈകുന്നേരം തീ പിടിച്ചാണ്. ഇതുവരെ ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം കുറവാണെങ്കിൽ അതിന് പറ്റിയ വേറെ ഏതെങ്കിലും ഏജൻസികളുമായി ബന്ധപ്പെട്ട് അതിന് ശ്രമിക്കണം. ഒരു ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ജനത്തിന് എന്തു വന്നാലും ഈ പുക മുഴുവൻ നിറഞ്ഞ് ആളുകൾ തലചുറ്റി വീണാലും ശ്വാസം മുട്ടിയാലും രോഗികളായ ആളുകൾ ഉൾപ്പെടെയാണ്. ആശുപത്രിക്കകത്ത് വരെ പുക നിറഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് റിഫൈനറിയാണ്. ഇത്രയും അപകട സാധ്യത ഉണ്ടായിട്ടൊരു സ്ഥലമായിട്ടും ഇത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. അതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട്. അതിനെതിരായി സർക്കാർ ഇങ്ങനെ നിഷ്ക്രിയമായിരുന്നാൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ പോകും. ഞങ്ങൾ കൊച്ചിയിൽ അത് ആരംഭിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് കൂടി അത് വ്യാപിപ്പിക്കും. അല്ലല്ല, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അതൊന്നും ഒരു പ്രശ്നമല്ല. അന്വേഷണത്തിന്റെ പരിധിയിൽ ആര് വന്നാലും അത് പെട്ടോട്ടെ. പക്ഷെ ഇത് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതിന്റെ പേരിൽ മനഃപൂർവ്വമായിട്ടാണ് ഇത് തീ കൊടുത്തത്. അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. മനഃപൂർവ്വം ഗവൺമെന്റ് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഇതിന്റെ എന്തൊരു ഹീനമായ അതിക്രമമാണ്. അഴിമതി നടത്തുക, കരാറെടുത്തിട്ട് ഇത് നീക്കം ചെയ്യാതിരിക്കുക, പരിശോധിക്കാൻ വേണ്ടി വരുമ്പോൾ അത് മുഴുവൻ കത്തിച്ചു കളയുക, അതിന്റെ പേരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കേട്ടുകേൾവി പോലില്ലാത്ത കേരളത്തിന് അപമാനകരമായ കാര്യമാണ്. ഇപ്പൊ ഇന്റർനാഷണൽ ന്യൂസായി മാറുകയാണ്. കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് പരിഹാരം കണ്ടെത്താതെ ചെറുവിരലനക്കാതെ കുറെ കമ്മിറ്റി കൂടി യോഗം കൂടി എന്നൊക്കെ പറയുക.